സ്ഥിരമായിട്ട് അതിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ, സ്ഥിരമായിട്ട് അതിലെ യാത്രക്കാരാണ് അതിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പരിചിതരാണ്. കൂടുതലൊന്നും അവർക്ക് സംസാരിക്കാനില്ല. നിരന്തരമായിട്ട് എന്നും പോയിക്കൊണ്ടിരിക്കുന്ന യാത്രക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ജോലിക്കും പല ആവശ്യങ്ങൾക്ക് പോവാം. അവര് അവരുടെ കയ്യിലൊക്കെ കുഞ്ഞു പുസ്തകങ്ങളും അതുപോലെ ചെറിയ സ്നാക്കും ഒക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കും. വളരെ നിശബ്ദമാണ് ആ ട്രെയിൻ. മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ആ ട്രെയിന് ജസ്റ്റ് അവിടെ നിന്നു. ട്രെയിൻ നിന്ന സമയത്ത് ഒരു അച്ഛനും തോളിൽ ഒരു കുട്ടിയും രണ്ട് മറ്റു കുട്ടികളും ആ ട്രെയിനിലോട്ട് ഓടിക്കയറി. അവർ കയറുന്ന സമയത്ത് തന്നെ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ കയറുന്നത്. അങ്ങനെ ആ ട്രെയിനിൽ കയറിയ പാടെ അതിൽ സീറ്റൊന്നുമില്ല. അച്ഛനൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് കുഞ്ഞിനെ തോളിലിട്ട്. ഒരു കുട്ടി അവിടെ ഇരിക്കുന്ന ഒരു പാസഞ്ചറിന്റെ മടിയിൽ ഓടിയിട്ട് അയാളുടെ മടിയിൽ അങ്ങ് കയറിയിരുന്നു വിതൗട്ട് പെർമിഷൻ. മറ്റൊരു കുട്ടി ഒരാളുടെ കയ്യിലുള്ള ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് പത്രം അങ്ങ് തട്ടിപ്പറിച്ച് ആ ട്രെയിനിന്റെ നിലത്തങ്ങ് സീറ്റ് ഉറപ്പിച്ചു. ഇത് കാണുമ്പോൾ എല്ലാവരും അവരിങ്ങനെ നോക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ഭയങ്കര ബഹളം. ഈ തോളിലിരിക്കുന്ന കുട്ടിയോ ഭയങ്കരമായിട്ട് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര കരച്ചില്. ആ അച്ഛനെ ആ കുഞ്ഞിനൊന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. എല്ലാ യാത്രക്കാർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു തുടങ്ങി. അവരൊക്കെ ഇങ്ങനെ നോക്കുക, എന്ത് മനുഷ്യനയാള്, ആ കുഞ്ഞിങ്ങനെ കരഞ്ഞിട്ടും അതിനൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ, എന്താണ് ഇങ്ങനെ. എല്ലാവരും ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ സമയം പോകുമ്പോ ഇവരുടെ ബഹളും എല്ലാം കൂടുന്നു. ആ മടിയിൽ കയറിയിരുന്ന ആ യാത്രക്കാരന്, കുഞ്ഞു മടിയിൽ കയറിയിരുന്ന ആ യാത്രക്കാരന് ക്ഷമ നശിച്ചു. അയാൾ അങ്ങ് പറഞ്ഞു, കുട്ടിനെ അങ്ങ് മാറ്റിയെടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയാണോ മക്കളെ പഠിപ്പിക്കുന്നത്? മക്കളെ ഇങ്ങനെയാണോ നിങ്ങൾ വീട്ടിൽ നിന്ന് വളർത്തിയെടുത്തിട്ടുള്ളത്? ഒരു മര്യാദ പോലും ഇല്ലാതെ, ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ എന്റെ മടിയിലോട്ട് കയറിയിരുന്നു. ഈ ട്രെയിനിൽ മുഴുവൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു മക്കളെ പഠിപ്പിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അയാൾ വഴക്കിടുന്നു. അയാൾ ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എണീറ്റുന്ന എല്ലാവരും എല്ലാവർക്കും പറയാനുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെയിന് മുഴുവൻ ബഹളം, ആകെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബഹളം നിറഞ്ഞിരിക്കുന്ന ട്രെയിന്. ഈ കേട്ടോണ്ടിരിക്കുന്ന അച്ഛൻ ഒന്നും പറയുന്നില്ല. എല്ലാവരും എല്ലാവരുടെ പരമാവധിയും ഇയാളെ വഴക്കിട്ടോണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഇതൊക്കെ കേട്ട് 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 അവസാനം അച്ഛൻ മറുപടി പറയാം. അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഞങ്ങള് 5 പേരായിരുന്നു. എന്റെ മക്കള് അച്ചടക്കമുള്ള, നിങ്ങൾ പറഞ്ഞ പോലെ നല്ല മക്കളാ, നല്ല മക്കളായിരുന്നു അവര്. ഏറ്റവും ഉഷാറുള്ള മിടുക്കന്മാരായിട്ട് തന്നെ ഞങ്ങൾ അവരെ വളർത്തിയിട്ടുള്ളത്. ഞങ്ങൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് 5 പേരുണ്ടായിരുന്നു. ഈ അരമണിക്കൂർ മുന്നേ ഞങ്ങൾ പുറപ്പെട്ട കാറ് ഒരു ആക്സിഡന്റിൽ പെട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഭാര്യ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ആ ആക്സിഡന്റിൽ വെച്ച് മരണപ്പെട്ടു പോവുകയാണ്. ബോഡിയുമായിട്ട് ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളും ഈ ട്രെയിനിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ മക്കള് ഇത്രയെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിലേ ഇതെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവകാശം അവർക്കില്ലേ എന്ന് ചോദിച്ച് അച്ഛൻ നിശബ്ദമായി നിന്നു. ഇത് കേട്ടപ്പോ ആ ട്രെയിൻ മുഴുവൻ നിശബ്ദമായി. എല്ലാവരും വളരെ നിശബ്ദതയോടുകൂടെ, സങ്കടത്തോടുകൂടെ, വിഷമത്തോടുകൂടെ ഇവരിങ്ങനെ നോക്കുക. പ്രിയരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ചില സമയത്തുണ്ടാകുന്ന ആ ഒരു ഇമോഷനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോ അത് മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ഈ കഥ നമുക്ക് നൽകുന്ന ഒരു പാഠം അതാണ്. നിങ്ങളുടെ മനസ്സില് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് നിങ്ങളെ കയ്യിൽ ഒരു പെണ്ണും പേപ്പറും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. നിങ്ങളോട് ദേഷ്യമുള്ള ആരെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ പേരൊന്ന് നോട്ട് ചെയ്യാം. ഇനി പെണ്ണും പേപ്പറും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ അവരുടെ മുഖം ഒന്ന് കൊണ്ടുവരിക. ഓക്കെ, കിട്ടിയോ? ആ ദേഷ്യപ്പെടുന്ന മുഖം നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എന്തിനാ നമുക്ക് അവരോട് ദേഷ്യം? എന്തിനാണ് ആ വ്യക്തികളോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുള്ളത്? ചെറിയ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെ? ഒരുപക്ഷെ നിങ്ങൾ സംസാരിച്ച സമയത്ത് അവര് അത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കില്ല സംസാരിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആയിരിക്കാം ആ ഒരു വലിയ വിഷയത്തിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അവരോട് പൊറുക്കാൻ തയ്യാറായിക്കൂടെ? നിങ്ങൾ ഒരുപക്ഷെ അവരോട് ക്ഷമിക്കണം എന്ന മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് പൊറുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ആ പ്രശ്നം ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ വഷളാവാൻ സാധ്യതയുള്ള വ്യക്തിത്വങ്ങളുണ്ട്, അല്ലെ? നിങ്ങൾ പറയുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഇന്ന് തിരിച്ചു തരുന്നവരുണ്ട്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള വ്യക്തികളോട്? നിങ്ങളെ കുറിച്ച് ഒരാൾ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളാണെങ്കിൽ JCI പോസിറ്റീവ് അങ്ങനെ എല്ലാം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ലൈഫിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് ഒരാൾ ഇങ്ങനെ മോശമായിട്ട് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ റെസ്പോണ്ട് എന്തായിരിക്കും? മൈൻഡ് ചെയ്യാതെ കോൺഷ്യസ് സംസാരിക്കും, മൈൻഡ് ചെയ്യാതെ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുക. നല്ല പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യും. എന്നാൽ എല്ലാവർക്കും കഴിയോ? നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കഴിയണം അല്ലെ? അതാണ് വേണ്ടത്, കഴിയണം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിങ്ങനെ കേൾക്കും അല്ലെ, എന്താ ഇവൻ എന്നെ കുറിച്ച് പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ അതിനേക്കാൾ ഡബിൾ സ്ട്രോങ്ങിൽ അയാളുടെ അടുത്ത് പോയിട്ട് പറയും അല്ലെ. നിങ്ങൾ അപ്പുറത്ത് നിന്ന് നിങ്ങളെ കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? നമ്മള് ഇങ്ങനെ നോക്കും, എന്താപ്പോ അത് ഇതിനെ കുറിച്ചാണോ പറയണത് അല്ലെ? ജസ്റ്റ് ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ അടുത്ത് നിൽക്കും, എന്താ പറയുന്നത്. എന്നിട്ട് നമ്മളത് പൂർണ്ണമായിട്ട് കേട്ടിട്ട് നേരെ അങ്ങ് ചെല്ലും അല്ലെ. നീ ആരുടെ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് ചെന്നിട്ട് ഒരു അറ്റാക്ക് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു നേരത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അവിടെ നടക്കാൻ പോകുന്നത് ഭയങ്കര ഒരു ബോംബ് സ്ഫോടനമായിരിക്കും അല്ലെ. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അത് കുടുംബജീവിതത്തെ, നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒക്കെ ബാധിക്കുന്ന വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ക്ഷമിക്കാൻ തയ്യാറാവാം. ആ സമയത്ത് നമ്മളെ ഇമോഷനെ ബോധപൂർവ്വം നിയന്ത്രിക്കാൻ നമ്മൾ മെല്ലെ മെല്ലെ പാകപ്പെടുത്തി എടുക്കാൻ നമുക്ക് പറ്റണം. അത് ഒറ്റയടിക്കൊന്നും സാധിക്കൊന്നുമില്ല. ഒറ്റയടിക്കങ്ങ് ഏറ്റവും ബെസ്റ്റ് ആവാൻ സാധിക്കില്ല. മെല്ലെ മെല്ലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. നമ്മുടെ ലൈഫില് ഒരുപാട് നമുക്ക് ഉണ്ടാകുന്ന ഈ ദേഷ്യം, വിദ്വേഷം, പക, കുശുമ്പ്, അഹങ്കാരം, അസൂയ, ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അതൊരു ടോക്സിൻസ് ആയിട്ട്, വിഷമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൂടുക അല്ലെ. അതാണ് നമ്മളുടെ ആരോഗ്യത്തെ മോശമാക്കുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ വിഷയങ്ങളാണ് നമ്മളുടെ പല രോഗങ്ങൾക്കും കാരണം. ഒരു വീട് ക്ലീൻ ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റണം. വീട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാ? ചൂലെടുത്തിട്ട് നേരെ ഇങ്ങ് നടുക്ക് കൂടെ അങ്ങ് അടിച്ചു പോരലാണോ? ആണോ? അല്ല, മുക്കും മൂലയൊക്കെ പൊടി തട്ടി വൃത്തിയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മളെ മനസ്സിന്റെ മുക്കും മൂലയും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആക്കി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. നമ്മളെ ഉള്ളില് അഹങ്കാരം വേണ്ട, അസൂയ വേണ്ട, കുശുമ്പ് വേണ്ട, ദേഷ്യം വേണ്ട, പക വേണ്ട, ഇതിനെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റണം. അതിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ആവാൻ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിൽ ശീലമാക്കുക. നമുക്ക് കിട്ടിയ ഓരോ ബ്ലെസ്സിങ്സിനും അനുഗ്രഹമുള്ളവരായിട്ട് മാറാൻ നമുക്ക് പറ്റണം. നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തല മുതൽ നെറുക് വരെ എത്രമാത്രം അനുഗ്രഹമായിട്ട് നമ്മുടെ ബോഡി നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലെ. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, കംപ്ലീറ്റ്ലി എല്ലാത്തിനോടും നമുക്ക് അനുഗ്രഹം, നന്ദി പറയാൻ നമുക്ക് പറ്റണം അല്ലെ. നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപയാണുള്ളതെങ്കിലും ആ 10 രൂപക്ക് നന്ദി പറയാൻ പറ്റണം. ഒരു മീനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഒരു ഇര ഉണ്ടാവും. ആ ഇരേനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാ വലിയൊരു മീനെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് അല്ലെ. ആ ഇര ഇല്ലെങ്കിൽ മീനെ കിട്ടുമോ? ഇല്ല. അപ്പോ നമ്മളെ കയ്യിലുള്ള ആ ഇരയ്ക്ക് നമ്മൾ നന്ദി പറയണം. ആ ഇര എന്ന് പറയുന്നത് ഉള്ള ബ്ലെസ്സിങ്സ്. ആ ഉള്ള ബ്ലെസ്സിങ്സിന് നന്ദി പറയുമ്പോഴാണ് കൂടുതൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ലൈഫിൽ ശീലമാക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുക, സെൽഫ് ലവ് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരിക. മറ്റുള്ളവർക്ക് വേണ്ടി പലതിനും നമ്മൾ സമയം കണ്ടെത്തും. എല്ലാവർക്കും വേണ്ടി നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കും. വീട്ടില് ഒരു പഴംപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റുള്ളവരെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കും. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെ. കഴിക്കൂല, അല്ലെങ്കിൽ ഉണ്ടാക്കൂല, ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒപ്പിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഒരു പഴംപൊരി കഴിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ വെറുതെ ഉണ്ടാക്കി കഴിക്കണം, അതവിടെ വെക്കും അല്ലെ. ഇത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യുക. ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോർഗീവ് ചെയ്യുക. ഇത് നിങ്ങളുടെ ലൈഫിൽ ശീലമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒരു വീട് ക്ലീൻ ചെയ്യുന്നത് പോലെ ഏറ്റവും പവർഫുൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. മുക്കും മൂലയും ക്ലീൻ ചെയ്ത് ഒരു ഭംഗിയുള്ള ഒരു വീടാക്കി നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റാൻ പറ്റുകയാണെങ്കിലാണ് നമ്മുടെ ലൈഫിലേക്ക് അബൻഡൻസ് വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഉടനടി തേടിയെത്തുന്നത് ഈ ഒരു ക്ലീനിങ് നമ്മളെ മനസ്സിൽ നടക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത ഒരു വേസ്റ്റ് ആയിട്ട് നമ്മൾ മാറും. എങ്ങനെയാ? ഒരു വേസ്റ്റ്, കുറേ വേസ്റ്റ് ഇങ്ങനെ അടുക്കി 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 ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് നാൾ കഴിയുമ്പോൾ
പുഴുക്കള് വേസ്റ്റിംഗ് വരും. അടുക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുഴുക്കള് വരും, പുഴുക്കള് വരും. ചീഞ്ഞ നാറും, ആകെ സ്മെല്ലായിരിക്കും. അതുപോലെ ആയിരിക്കും നമ്മളുടെ മനസ്സെന്ന് പറയുന്നതും. ഈ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി അല്ലെ, ഈ പകയും ദേഷ്യവും വിദ്വേഷവും അഹങ്കാരം കുശുമ്പും എല്ലാം നമ്മളെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി 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 ഒന്നിനും പറ്റാത്ത ഒരു മോശം വ്യക്തിയായിട്ട് നമ്മൾ മാറും അല്ലെ. നമ്മളെ കൊണ്ട് പിന്നെ ഒരു ഉപയോഗം ഉണ്ടാവില്ല. എല്ലാരെ കാണുമ്പോഴും നമ്മൾ കാണുന്നത് നെഗറ്റീവ് മാത്രമായിരിക്കും. കംപ്ലീറ്റ്ലി നമ്മൾ നോക്കുന്നിടത്തൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. മനസ്സിങ്ങനെ ഒരു എന്താ പറയാ, ഒരുമാതിരി ഒരു പുകച്ചിലായിരിക്കും മനസ്സിൽ നടക്കുന്നത്. സ്വർണം ഖനനം ചെയ്യുന്ന ഒരു കഥയുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെ, നിങ്ങൾ ഒരു ഔൺസ് സ്വർണമാണ് ഖനനം ചെയ്യുന്നതെങ്കിലും 10 കണക്കിന് മണ്ണ് അവിടെ ചളി നിങ്ങൾക്ക് നീക്കം ചെയ്യേണ്ടി വരും അല്ലെ. ആ 10 കണക്കിന് മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് അത് എടുക്കുന്ന വ്യക്തിക്ക് തോന്നുക, അയ്യേ ഇത്രമാത്രം മണ്ണാ ഞാൻ ഈ നീക്കിക്കൊണ്ടിരിക്കുന്നത്, മതി, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഈ മണ്ണ് ഇങ്ങനെ നീക്കി 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 ഞാൻ മടുത്തു എന്ന് പറഞ്ഞ ആ മണ്ണിനെയാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് സ്വർണം കിട്ടുമോ? നമ്മള് ആ ഫോക്കസ് എവിടേക്ക് കൊടുക്കണം? ആ ഒരു ഔൺസ് സ്വർണമാണെങ്കിലും അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ആ 10 കണക്കിന് ചളി എന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വാല്യൂ ഉള്ള ആ ഒരു സ്വർണത്തിനെ കിട്ടും. ഇതാണ് നമ്മൾ മനുഷ്യരിലും കണക്ട് ചെയ്യേണ്ടത്. നമ്മളെ ചുറ്റുപാട് ആരോട് നമുക്ക് വെറുപ്പുണ്ടെങ്കിലും അയാളുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും, എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. അതിനെ നമുക്ക് അത് കാണാം. ആ പോസിറ്റീവ് വശത്തെ നിങ്ങൾ കാണുക. അത് കാണുന്ന സമയത്ത് അയാളുടെ നെഗറ്റീവിനെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റും. ആ നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അടുത്ത നെഗറ്റീവ് നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ആ സ്വർണം ഖനനം ചെയ്യുന്ന ഖനിയില് സ്വർണത്തിനെ ഫോക്കസ് ചെയ്യുന്നത് പോലെ ആളുകളിലെ പോസിറ്റിവിറ്റിയെ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ആളുകളിലെ നന്മയെ ചൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോ അവരിൽ ഇഷ്ടം പോലെ നന്മകൾ നമ്മളിൽ ഉള്ളിലേക്ക് വരും, നമ്മളടുത്തേക്ക് വരും. എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാവാനും നല്ലൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് പോവാനും നമുക്ക് സാധിക്കും. ഏറ്റവും ഒരു ബെസ്റ്റ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഫോർഗിവ്നെസ് നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ മുഖത്തെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അവരുടെ മുഖം ഒന്ന് കൊണ്ടുവരാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു മെഡിറ്റേഷനിലോട്ട് കിടക്കാം. നിങ്ങളുടെ ദേഷ്യമുള്ള ആ മുഖത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടമുള്ള വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. Just close your eyes. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ആ വ്യക്തിയുടെ മുഖത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം, നീ എന്നെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, നീ എന്നെ എത്രമാത്രം സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും, നീ എന്നെ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി, എന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ നിന്നോട് നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി, എന്റെ സമാധാനത്തിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. I love you. I love you. I thank you. Please forgive me. I love you. I thank you. Please forgive me. നീ എന്നെ എത്രമാത്രം വേദനിപ്പിച്ചാലും, നീ എന്നെ എത്ര സങ്കടപ്പെടുത്തിയാലും, നീ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എനിക്ക് വേണ്ടി, എന്റെ സമാധാനത്തിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി, എന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. I love you. I thank you. Please forgive me. I love you. I thank you. Please forgive me. I love you. I thank you. Please forgive me. Please forgive me. Please forgive me. I love you. I thank you. Please forgive me. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അതല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തി, അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഭൂമിയില് നമ്മുടെ ജന്മത്തില് നമുക്ക് നൽകിയിട്ടുണ്ട് സൃഷ്ടാവ്. പലപ്പോഴും നമുക്ക് നൽകിയ അനുഗ്രഹത്തിനെ നമ്മൾ ഓർക്കാൻ വിട്ടുപോവാറുണ്ട്. എനിക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ഞാൻ പല കാര്യങ്ങളും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഐ ലവ് യു. ഐ താങ്ക് യു. എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും, എനിക്ക് ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ വീണ്ടും വീണ്ടും എന്നോട് നന്ദി പറയുന്നു.
I thank you. I love you. Please forgive me. I thank you. I love you. Please forgive me. Please forgive me. നിങ്ങളുടെ സുന്ദരമായ മുഖത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ മുഖത്തെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ പറയാം, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്ന നീ. ഇത്രമാത്രം നീ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും പലപ്പോഴും ഞാൻ നിന്നെ പരിഗണിക്കാതെ പോകുന്നു. പലപ്പോഴും ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തുന്നു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നു. പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഐ ലവ് യു. ഐ താങ്ക് യു. പ്ലീസ് ഫോർഗിവ് മീ. എന്റെ എല്ലാ കാര്യത്തിനും നീ എന്റെ കൂടെ നിൽക്കുന്നു. ഐ താങ്ക് യു. ഐ താങ്ക് യു. ഐ താങ്ക് യു. ഐ ലവ് യു. പ്ലീസ് ഫോർഗിവ് മീ. ഞാൻ എത്ര വേദനിപ്പിച്ചാലും, ഞാൻ എത്ര സങ്കടപ്പെടുത്തിയാലും നീ എന്റെ കൂടെ നിൽക്കുന്നു. നീ ഉള്ളത് കൊണ്ടാ എനിക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ പറ്റിയത്. ഐ താങ്ക് യു. ഐ താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു. പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. എന്റെ മനസ്സിൽ പല ദേഷ്യവും വിദ്വേഷവും കുശുമ്പൊക്കെ വരുന്ന സമയത്ത് നീയാണ് വേദനിക്കുന്നത് എന്ന് എനിക്കറിയാം. സോറി, സോറി, സോറി. പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ്. പ്ലീസ് ഫോർഗിവ്. ഇനി ഒരു കാരണവശാലും ഞാൻ നിന്നെ വേദനിപ്പിക്കുകയില്ല, നിന്നെ ഞാൻ സങ്കടപ്പെടുത്തുകയില്ല. I love you. I love you. I thank you. Please forgive me. നിങ്ങളെ നേരത്തെ കണ്ട, നിങ്ങളെ കുറ്റപ്പെടുത്തിയ, നിങ്ങളെ ദേഷ്യപ്പെടുത്തിയ ആ മുഖത്തെ നിങ്ങൾ കാണുക. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും ചിരിച്ച മുഖത്തോടെ ആ വ്യക്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ചിരിച്ച മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം, എന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ സമാധാനത്തിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ നിന്നോട് നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു. എന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ സമാധാനത്തിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നിന്നോട് നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു. ഐ ലവ് യു. ഐ താങ്ക് യു. പ്ലീസ് ഫോർഗിവ് മീ. എനിക്ക് വേണ്ടി, എന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഐ ലവ് യു. ഐ താങ്ക് യു. പ്ലീസ് ഫോർഗിവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. പ്ലീസ് ഫോർഗിവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. പ്ലീസ് ഫോർഗിവ് മീ. ആ വ്യക്തിയുടെ ചിരിച്ച മുഖം കണ്ടുകൊണ്ട്, ആ വ്യക്തിക്ക് നല്ലൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട്, രണ്ടുപേരും പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിയാം. സന്തോഷത്തോടെ നിങ്ങളുടെ മുഖത്ത് ആ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മെല്ലെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. നിങ്ങളുടെ കൈകൾ രണ്ടും നന്നായി കൂട്ടിത്തിരുമി നിങ്ങളുടെ കണ്ണുകൾ വെച്ചുകൊണ്ട് ആ ചൂട് മെല്ലെ നിങ്ങളെ കണ്ണിലേക്ക് പകർന്നുകൊണ്ട് സാവധാനം കണ്ണു തുറക്കും. But you can feel your happiness feeling in now. Hello. ഹലോ മാം, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഈ ഒരു ടൈപ്പ് മെഡിറ്റേഷൻ നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ പ്രേയർ ടൈമിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. വളരെ കുറച്ച് സമയത്തിന് ആവശ്യം, 5 മിനിറ്റ് ആവശ്യമുള്ളൂ. നിങ്ങളോട് ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ പിന്നീട് നിങ്ങൾ കാണുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അനുഭവിച്ചറിയാം അതിന്റെ റിസൾട്ട്. ഓക്കെ, അപ്പൊ പലപ്പോഴും ചില സമയത്ത് നമുക്ക് അവരോട് നേരിട്ട് പോയിട്ട് പറയാനുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ ചിലപ്പോൾ നേരിട്ട് പോയിട്ട് പറയുമ്പോൾ അവർ നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാവാം. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അമേസിംഗ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ,
അപ്പൊ ഇത് നമുക്ക് വേറെ ആരോടും പറയേണ്ട ആവശ്യമില്ല, നമ്മളെ ഉള്ളിനോട് മാത്രം പറയുന്നതാണ്. സോ നിങ്ങൾ ആരും വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ ദേഷ്യം എന്നൊക്കെ പറയുന്നത് ഒരു ഇത്തിക്കണ്ണി പോലെയാണ് അല്ലെ? ഇത്തിക്കണ്ണി എന്ന് പറയുന്നത് എങ്ങനെയാ? അതിങ്ങനെ വളർന്ന് പന്തലിച്ച് പിടിക്കുന്തോറും ആകെ പ്രശ്നമായിരിക്കും. അത് പിന്നെ അടുത്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഇത്തിക്കണ്ണിനെ തുടക്കത്തിൽ അങ്ങ് നുള്ളിക്കളഞ്ഞാൽ സൂപ്പറായില്ലേ? ഇതാണ് നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടത്. ആ ഇത്തിക്കണ്ണിനെ അങ്ങ് പടർന്ന് പന്തലിച്ച് പിടിക്കാൻ നമ്മൾ അനുവദിക്കണ്ട. തുടക്കത്തിൽ തന്നെ അതിനങ്ങ് നുള്ളിയെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ലൈഫിന് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ലൈഫിനെ ഏറ്റവും അമേസിംഗ് ആക്കി നിർത്താൻ നമുക്ക് പറ്റണം. വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? ക്ഷമിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണോ? മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദെയർ പേഴ്സണാലിറ്റി, അവരങ്ങനെ ആയതുകൊണ്ട് അത് അവരുടെ വ്യക്തിത്വമാണ് എന്ന് നിങ്ങളുടെ മനസ്സിലെ ഇറ്റ്സ് ഓക്കെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. നിങ്ങളെ നന്നാക്കാൻ, നിങ്ങളെ ലൈഫിനെ നന്നാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് പറയാം ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ അല്ലെ? അത് ദാറ്റ്സ് ദെയർ പേഴ്സണാലിറ്റി എന്ന് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, വിട്ടുകൊടുത്തുകൊണ്ട്, ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും ഒരു ബെസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം നമ്മളിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് അട്രാക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു നല്ല ദിനം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇരുന്ന് പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസരം നൽകിയ പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ ഹാഷിം സാറിനും എല്ലാവർക്കും നമ്മുടെ GC സുഹൃത്തുക്കൾക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു മുബഷിറ മാഡം, താങ്ക്സ് അലോട്ട്. വളരെ രാവിലെ തന്നെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. വളരെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള നല്ല ഒരു സെഷൻ. എങ്ങനെയാണ് ഫോർഗീവ്നെസിന്റെ ആ ഒരു മഹാത്മ്യവും അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണെന്നും കൃത്യമായിട്ട് ഉദാഹരണങ്ങളിലൂടെയും കൃത്യമായിട്ട് കാണിച്ചു തന്ന മുബഷിറ മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തത് നമുക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് സെഷൻ ആണ്. പ്രധാനമായിട്ട് 2-3 പേർക്ക് ഫീഡ്ബാക്ക് സെഷൻ പറയാനുള്ള അവസരമുണ്ട്. ഫീഡ്ബാക്ക് ഓപ്പൺ ഫോറം. ഗുഡ് മോർണിംഗ്. ഞാൻ സജീഷ് ഫ്രം JC നെന്മാറ. അതായത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വേണ്ട ഏറ്റവും പവർഫുള്ളായ 2-3 ടൂളുകളാണ് ഇവിടെ 20 മിനിറ്റ് കൊണ്ട് പ്രസന്റ് ചെയ്തത്. കാരണം ഈ ടൂളില്ലാതെ നമ്മൾ വേറെ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല എന്നാണ് ഇതുവരെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും സെൽഫ് ലവ്. നമുക്ക് വേണ്ടി നമ്മൾ എത്ര കാലം ജീവിക്കുന്നു, മറ്റു പലർക്കും വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നു, പലതും ചെയ്തു കൊടുക്കുന്നു, ജീവിക്കുന്നു. പക്ഷെ നമുക്ക് വേണ്ടി എത്ര കാലം ജീവിക്കുന്നു എന്ന് നോക്കുമ്പോൾ ഒരു കണക്ക് ആവറേജ് 80 വയസ്സ് എടുക്കുകയാണെങ്കിൽ 7 വർഷം മാത്രമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് കാണുന്നത്. അപ്പോൾ അതും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സെൽഫ് ലവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മനോഹരമാക്കി തീർക്കണം. ഒപ്പം തന്നെ എല്ലാവരെയും സ്നേഹിക്കുക, വിരോധമുള്ളവരെ അവരെ എങ്ങനെ നമ്മൾ അവരോട് നേരിട്ട് പറയുന്നതിന് പകരം ഒരു മെഡിറ്റേഷൻ, വളരെ പവർഫുള്ളായ രാവിലെ തന്നെ ഒരു മെഡിറ്റേഷൻ വളരെ ആയാസകരമായി ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. വളരെ മനോഹരമായ പ്രസന്റേഷനാണ് ഇത്. ഒരുപാട് ഡെപ്തിൽ പോകേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്നാലും അതിന് ഇത്രയും കടവിലെ വെള്ളത്തിനെ ഈ കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങൾക്ക് വിളമ്പിയതിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു ആൾ. Good morning. Myself Junais JC Nilambur. Is it audible? Okay. Sir, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്, എന്തിനാണ് ടൂർ പോകുന്നത്, എന്തിനാണ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നത്, എല്ലാത്തിനും അൾട്ടിമേറ്റ് ആൻസർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് എന്നായിരിക്കും. അപ്പോ നമ്മൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ഒരുപാട് കാശുകൾ ചെലവാക്കും, തിയേറ്ററിലൊക്കെ പോവും, അല്ലെങ്കിൽ വേറെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് പോകും. ഇപ്പൊ മാഡം ഇവിടെ എടുത്ത ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ഗ്രഡ്ജ് ഒഴിവാക്കിയാൽ തന്നെ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടും. അതായത് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്ന ഏത് സമയത്തും നമ്മളുടെ കയ്യിൽ തന്നെ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഒരുപാട് ന്യൂനതകൾ കണക്കാക്കാതെ, മറ്റുള്ളവരുടെ അവരോട് ഗ്രഡ്ജ് വെക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു നല്ലൊരു സന്ദേശമാണ് ഇതിൽ നിന്ന് കിട്ടിയത്. താങ്ക് യു മാഡം, വളരെയധികം നന്ദി. ഗുഡ് മോർണിംഗ്. ഞാൻ അലി, JCI കുളപ്പള്ളി. ഈ സുന്ദരിക്കുട്ടിയെ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. വളരെ നല്ല അവതരണം, വളരെ സിമ്പിളായിട്ട്. പിന്നെ മനസ്സിന്റെ ഹാപ്പിനെസ്
അതന്നെയാണ് പ്രധാനം എന്ന് വീണ്ടും ഊന്നി പറഞ്ഞതിന് ഒരുപാട് നന്ദി. മാത്രമല്ല സോൺ 28 ഇത്രയും നല്ല ട്രെയിനേഴ്സ്, വളർന്നു വരുന്ന ഇത്രയും നല്ല ട്രെയിനേഴ്സ് ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. മുബഷിറ മാഡം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ശ്രീജിത്ത് തവനൂരാണ്. മാഡം, ഇന്നത്തെ ക്ലാസ് വളരെ അമേസിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരുപാട് ടൂള് ഇന്നത്തെ ഈ സെഷനിൽ നിന്ന് മാഡത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മാഡത്തിന്റെ ശബ്ദമാണ്. മാഡത്തിന്റെ ശബ്ദം ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പറായിരുന്നു. ഈ ശബ്ദം ഇനിയും ഒരുപാട് ജനലക്ഷങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു മിനിറ്റ് സാറേ, ആ, ഒരു ഓക്കെ. 30 സെക്കൻഡ്. ഓക്കെ, ഓക്കെ. ഉദ്രീഷ Yes. മാമിന്റെ ക്ലാസ് ഞാൻ ആ തുടക്കം മുതലേ ട്രെയിനിങ്ങിൽ വന്നപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നാ ചേഞ്ച്, അവരുടെ പാഷൻ തന്നെയാണെന്നുള്ളത് അവർ തെളിയിച്ചു. ഓക്കെ, വണ്ടർഫുൾ വണ്ടർഫുൾ. തന്നെയല്ല, സ്മൈലിംഗ് ഫേസോട് കൂടി ഇരിക്കുന്നത് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ക്ലാസ് എടുക്കുന്നത്. എല്ലാത്തൊരു ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ഒരു മിനിറ്റ് എന്ന് പറയാം. ഷുവർ. ഞാൻ ഇസാഖ് മാഷ് വളാഞ്ചേരി പ്രസിഡന്റാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് മുബഷിറ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നന്നായി മുന്നോട്ട് പോകേണ്ട ഒരു നമ്മൾ അനിവാര്യമായി നിലനിർത്തേണ്ട ഒരു സംഗതിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്തായാലും വളാഞ്ചേരിക്ക് അഭിമാനിക്കാം. വളാഞ്ചേരി ലോമിലെ മെമ്പറാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഡോക്ടർ, ഞാൻ ഷിഹാബ്, കൊപ്പം പ്രസിഡന്റ്. ഓക്കെ. എന്തായാലും ക്ലാസ് എല്ലാവരും പറഞ്ഞു, ക്ലാസിന്റെ ഗുണങ്ങൾ പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത്, കൊപ്പത്ത് എത്രയും പെട്ടെന്ന് ഞങ്ങള് മുബഷിറ മേഡത്തെ കൊണ്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നതാണ്. അത് മാത്രമാണ് ഇപ്പൊ പറയുന്നുള്ളൂ. അതിലെല്ലാം ഒതുങ്ങി. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ. ഇന്ന് കറക്റ്റ് ശരിക്കും ഇന്നലെ വൈകുന്നേരം ഇന്ന് ശരിക്കും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു ട്രെയിനർ വേറെ ട്രെയിനർ ആയിരുന്നു. പക്ഷെ അവരുടെ ഒരു എമർജൻസി ആയിട്ട് അവരുടെ അഭാവത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴേക്ക് ആ സമയത്തിൽ തന്നെ ഒന്നും ആലോചിക്കാതെ ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് കൃത്യനിർവഹണം നടത്തുകയും ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് വിജയിപ്പിക്കുകയും ചെയ്ത മുബഷിറ മേഡത്തിന് ഒരു ചെയർമാൻ എന്നുള്ള അർത്ഥത്തിൽ, ഈ പ്രോഗ്രാമിന്റെ ചെയർമാൻ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവിധ ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഒഫീഷ്യലായിട്ട് ഈ പ്രോഗ്രാമിന് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരം ശ്രോതാവായിട്ടുള്ള ചന്ദ്രിക മേഡത്തെ ക്ഷണിക്കുന്നു. Thank you, Chairman, for the privilege. Thank you so much. And മുബഷിറ, ഒന്നും വാക്കുകളില്ല പറയാൻ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ ജീവിതത്തില് നമ്മള് അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഏറ്റവും നല്ല ടൂൾസ് ആണ്. ഇത് മാത്രം മതി നമുക്ക് ജീവിതത്തിലെ അബണ്ടൻസ് നമ്മളിലേക്ക് കൊണ്ടുവരാനും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സന്തോഷപ്രദമായിട്ടുള്ള, അതല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ? അതിനു വേണ്ടി അത്തരമൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പുറത്തു കൊടുക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക. ആ ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, മറ്റുള്ളവരോട് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ, ദാറ്റ്സ് ഓൾ. അവിടെയാണ് എല്ലാം കിടക്കുന്നത്. അതിന് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുക. അതെങ്ങനെ പാകപ്പെടുത്താം എന്നുള്ള ഒരു ടൂള് കൂടെ തന്നുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ശ്രോതാക്കളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കയറി ശബ്ദവും, ശ്രീജിത്ത് പറഞ്ഞതുപോലെ ആ ശബ്ദവും ആ മനോഹരമായ ചിരിയും ഒക്കെ തന്നെ എന്താ പറയാ, ശ്രോതാക്കളുടെ ഉള്ളിലേക്ക്, അവരുടെ ഹൃദയത്തിനുള്ളിലേക്ക്, ഹൃദയം കീഴടക്കിക്കൊണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ. അതിന് ആദ്യമായി എൻ്റെ ഒരു ഫീഡ്ബാക്ക് അങ്ങനെ അറിയിച്ചുകൊണ്ട് താങ്ക് യു. ദെൻ ഓഫ് കോഴ്സ് എൻ്റെ ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോവാണ് ഞാൻ. ഓഫ് കോഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എന്നത്തെയും പോലെ വളരെ മനോഹരമായ ഇന്നത്തെ ഒരു രാവിലത്തെ സെഷൻ നമ്മൾ തോട്ട് പ്രൊവോക്കിംഗ് സെഷനായിട്ട് നമുക്ക് മാറിയ ഈ ഒരു സിറ്റുവേഷനിലെ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ചെയർമാന്, നമ്മളെ ഈ ട്രെയിനിങ് സെഷന് മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സെഷൻ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ക്ലാസ് ആരംഭിക്കാൻ തന്നെ കാരണക്കാരനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ഹിഷാം ഹൈദറിനെ ഞാൻ ഹൃദയപൂർവ്വം ആദ്യമേ നന്ദി അറിയിക്കട്ടെ.
രണ്ടാമതായി നമ്മുടെ ഇന്നത്തെ ഇത്രയും മനോഹരമായ ഒരു സെഷൻ നമുക്ക് ഒരു വിഭവമായിട്ട് തന്നെ രാവിലെ തന്നെ തോട്ട് മാത്രമല്ല, ഒരു വിഭവം രാവിലെ തന്നെ നമ്മളിലേക്ക് എത്തിച്ച വളരെ വലിയ ടൂൾസ് നമുക്ക് എങ്ങനെ അബണ്ടൻസ് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു തന്ന മുബഷീറ ഫറൂഖ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനെയാണ് എപ്പോഴും ഫറൂഖ് സെൻസി എന്ന ഗുരുനാഥനെ ഓർത്തു പോവുകയാണ് ഫറൂഖ് എന്ന് കാണുമ്പോൾ തന്നെ. സോ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ മാത്രമല്ല, ഈ ഒരു ഫോറത്തിന്റെ, ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ നന്ദി എല്ലാവരുടെയും, ഇവിടെ കൂടിയിരിക്കുന്ന ഇന്ന് വരാൻ പറ്റിയവരും വരാത്തവരും വരാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള എല്ലാ JCSന്റെയും അകമഴിഞ്ഞ നന്ദി മുബഷീറയോട് അറിയിക്കട്ടെ. മൂന്നാമതായിട്ട് നമുക്ക് വെൽക്കം അഡ്രസ് പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ, എപ്പോഴും നമ്മളെ ചെയർമാനായിരിക്കാറുള്ള നമ്മളെ JFM സുഭാഷ് നായരെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ദെൻ ഓഫ് കോഴ്സ് നമ്മൾ ചിത്ര മേഡത്തെ പറ്റി നമ്മൾ ചിന്തിക്കാതെ, അവർക്ക് നന്ദി പറയാതെ നമുക്ക് ഒരു ദിവസവും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സോണൽ പ്രസിഡന്റ് ആയിട്ടുള്ള ചിത്ര മേഡത്തിന് ഞാൻ അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, നമ്മളൊന്നില്ലെങ്കിൽ ചുമരില്ലെങ്കിൽ ചിത്രം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഓഡിയൻസ് ആണ് അല്ലേ, ഓഡിയൻസ് ആണ് എല്ലാം. ഇന്ന് 71-72 പേരോളം ഞാൻ ഒരിക്കൽ നോക്കിയപ്പോൾ കണ്ടിരുന്നു. അത്രയും പേര് ഈ ഒരു രാവിലത്തെ ഈ ഒരു തോട്ട് കേൾക്കാൻ വേണ്ടി, ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം എൻ്റെ സ്വന്തം പേരിലും JCയുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ചന്ദ്രിക മാഡം ഫോർ യുവർ നൈസ് ടാക്ക്. 79 പേരുണ്ടായിരുന്നു ഇന്നത്തെ സെഷനിൽ, നല്ല ഗംഭീരമായിരുന്നു. ഓക്കെ എനിവേ, നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. The meeting in connection with the 7 AM morning drive of JC India Zone 28 is hereby adjourned. Thank you all.